ഇന്ത്യയിലെ ലഡാക്ക് ഭൂമിയിലെ സ്വർഗമാണ്. അവിടെയാണ് ചൈന പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത്. ആദിമ ഗോത്രങ്ങൾ അപരിചിതരെ കണ്ടാലുടൻ കൊല്ലാറായിരുന്നു പതിവ്. സ്വയം സംരക്ഷിക്കുന്നതിന് അവർക്കറിയാവുന്ന മാർഗം അതായിരുന്നു. പിന്നീട് നാം നിരവധി രാജ്യങ്ങളായി അതിർത്തി കാത്ത് ജീവിച്ചു പോരുന്നു. പക്ഷേ ഇന്ന് അദൃശ്യനായ ഒരു ശത്രു കൊലയാളിയുടെ രൂപത്തിൽ ലോകത്തെ ഓരോ പൗരൻ്റെയും അരികിൽ വരെ പതുങ്ങിയെത്തിയിരിക്കുന്നു. അത് കോവിഡ് എന്ന ചൈനീസ് വൈറസാണ്. ലോകം മുഴുവൻ ഈ പകർച്ചവ്യാധിക്കെതിരെ പൊരുതുമ്പോൾ ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ കീഴടക്കാൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ചൈനയുടെ യുദ്ധം ബഹുമുഖമാർന്ന ഒരു വ്യാളിയുടേതിന് തുല്യമാണ്. ആയുധം കൊണ്ട് നേരിട്ട്, ജൈവായുധത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെ പോലും തളർത്തിക്കൊണ്ട് നിരവധി പേർ ആത്മഹത്യ ചെയ്തു. ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ താറുമാറായി. ലക്ഷങ്ങൾ രോഗബാധിതരായി മരിച്ചു. ചൈന മറ്റൊരിടത്ത് വാണിജ്യത്തിൻ്റെ പോർമുഖം തുറന്നിരിക്കുന്നു. ഈ ചൈന ആരാണ്? അത് അവിടുത്തെ യഥാർത്ഥ ജനസമൂഹത്തെ പ്രതിനിധീകരിക്കാത്ത ഒരു ഏകാധിപത്യ ഭരണകൂടം. ടിയാനൻമെൻ സ്ക്വയറിൽ ചെറുപ്പക്കാരായ ആയിരക്കണക്കിന് സ്വന്തം പൗരന്മാരുടെ നെഞ്ചിന് മുകളിലൂടെ ബുൾഡോസർ കയറ്റിയ മനുഷ്യത്വമില്ലാത്തവർ. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ചൈനയുമായി പങ്കിടുന്ന വലിയ അതിർത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ മംഗോളിയയുടെ ഭൂപ്രദേശം കൈയടക്കിയപ്പോൾ വ്യാപാരത്തെ ബാധിക്കുമെന്ന് കരുതി ലോകരാജ്യങ്ങൾ പ്രതികരിച്ചില്ല. സിൻജിയാങ് പ്രവിശ്യ കീഴടക്കി 10,000 പള്ളികൾ നശിപ്പിച്ചു. 10 ലക്ഷം ഉയ്ഗർ മുസ്ലിങ്ങളെ ഡെറ്റൻഷൻ ക്യാമ്പുകളിലാക്കി. വ്യാപാരത്തെ കരുതി ആരും അനങ്ങിയില്ല. ടിബറ്റ് കയ്യേറി 12 ലക്ഷം പേരെ കൊന്നൊടുക്കി. 6,000 ബുദ്ധവിഹാരങ്ങൾ നശിപ്പിച്ചു. 6 ലക്ഷം ടിബറ്റുകാരുടെ മാതൃഭൂമി കീഴടക്കി. ആരും മിണ്ടിയില്ല. ദലൈലാമയ്ക്കും ടിബറ്റൻ ജനതയ്ക്കും ഇന്ത്യ അഭയം നൽകി. ചൈനയുടെ ഇന്നുള്ള ഭൂപ്രദേശത്തിൽ 60% ഈസ്റ്റ് ടർക്കിസ്ഥാനും മംഗോളിയയും ടിബറ്റും കീഴ്പ്പെടുത്തിയതാണ്. ഇവർ സാമൂഹ്യ മാധ്യമങ്ങളെയോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെയോ അനുവദിക്കാത്തവരാണ്. തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ അധികാരമേറി സാധാരണക്കാരെ അടിമപ്പണി ചെയ്യിച്ച് പാർട്ടി നേതാക്കന്മാരെ കോടീശ്വരന്മാരാക്കുന്നവർ, മനുഷ്യത്വത്തെ തെല്ലും മാനിക്കാത്തവർ, ലോകത്തെ എല്ലാ നല്ല ഉൽപ്പന്നങ്ങളുടെയും ഡ്യൂപ്ലിക്കേറ്റുകൾ ഗവൺമെൻറ് അറിവോടെ ഉൽപ്പാദിപ്പിക്കുന്നവർ, ഉൽപ്പന്നങ്ങളിൽ വിഷം കലർത്തുന്നവർ, തങ്ങളുടെ വേസ്റ്റുകൾ ഉൽപ്പന്നങ്ങളാക്കി അന്യരാജ്യങ്ങളിൽ ഡംപ് ചെയ്യുന്നവർ. നാം എന്തിനാണ് ഇന്നും മിണ്ടാതിരിക്കുന്നത്? കാരണം യാതൊരു നിലവാരവുമില്ലാത്ത ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നാം അടിമകളായിരിക്കുന്നു. ഈ അടിമത്തം നമ്മെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമാകണമെങ്കിൽ ദ ഇന്ത്യൻ മങ്കി ട്രാപ്പ് എന്ന കെണിയെപ്പറ്റി മനസ്സിലാക്കണം. കൃഷിയിടത്തിലെ മരത്തിലൊന്നിൽ തീരെ ചെറിയ വായ് മാത്രമുണ്ടാക്കി ഒരു മൺപാത്രം കെട്ടിവയ്ക്കുന്നു. അതിനുള്ളിൽ ഒരു മധുരപലഹാരവും ഇടുന്നു. അവിടെ എത്തുന്ന കുരങ്ങൻ പാത്രത്തിൽ കൈയിട്ട് പലഹാരം കൈക്കലാക്കുന്നു. കൈയും ചുരുട്ടിപ്പിടിച്ച് നേരം വെളുക്കുവോളം അവിടെ കിടക്കുന്ന കുരങ്ങനെ രാവിലെ കെണി വെച്ചവർ വന്ന് പിടിച്ചുകൊണ്ടു പോകും. കൈയടക്കി വെച്ചിരിക്കുന്ന ചെറിയ ഒരു പലഹാര കഷ്ണം കൈവിടാൻ മടിക്കുന്നതുകൊണ്ടാണ് കുരങ്ങന് ജീവൻ നഷ്ടപ്പെടുന്നത്. ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന കൈ ഒന്ന് നിവർത്തിയാൽ മതി ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്കെടുക്കുവാൻ. എല്ലാ കെണികളുടെയും മനഃശാസ്ത്രം ഇതാണ്. അതുകൊണ്ട് എല്ലാ ചൈനീസ് ഉൽപ്പന്നങ്ങളും ക്രമേണ ബഹിഷ്കരിക്കുക. ശത്രുവിനെതിരെ ലോകം മുഴുവൻ തിരിഞ്ഞിരിക്കുന്ന സമയമാണ്. കൊലയാളി ചൈനയ്ക്കെതിരെ വമ്പൻ പ്രചാരണം നടത്തുക. വാങ്ങിയവ ഉപയോഗിച്ചു കഴിഞ്ഞ ശേഷം നശിപ്പിക്കുക. പുതുതായി ഒന്നും വാങ്ങാതിരിക്കുക. ഇത്രയും ചെയ്താൽ തന്നെ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് ഇത് മതിയാകുന്നതാണ്.